ഇസ്രയേലിന് മുകളിൽ തീമഴയായി പെയ്തിറങ്ങിയ ഇറാന്റെ ഡ്രോണുകൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കുമുള്ള ശക്തമായ മറുപടി ഇസ്രയേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനെതിരെ തൊടുത്തുവിട്ടത്. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇസ്രയേൽ ഇതിലൂടെ ഉന്നമിക്കുന്നത്. ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട യുറേനിയം എൻറിച്ച്മെന്റ്, അതായത് ആണവായുധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയയെ പരിപൂർണമായി തടസ്സപ്പെടുത്തുക. അവിടെയുള്ള ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മിസൈൽ വിന്യാസ സംവിധാനങ്ങളെയും നിശേഷം തകർക്കുക. ഇതുകൂടാതെ ഇറാന്റെ സൈനിക വിന്യാസങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും പൂർണ്ണമായി മറികടക്കുക. ഇങ്ങനെ ചില ലക്ഷ്യങ്ങൾ അടിസ്ഥാനപരമായി ഇറാന് മുകളിൽ ഇസ്രയേലിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ നടത്തിയ ഈ ആക്രമണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ധാരാളം പരിണിത ഫലങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇസ്രയേലിനെതിരെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾ കഴിഞ്ഞ മെയ് മാസം ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ച ഹജ്ജ് കാസിം എന്ന് പറയുന്ന മിസൈലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, നേരത്തെ അമേരിക്ക വധിച്ച കാസിം സുലൈമാനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇറാൻ ഉണ്ടാക്കിയെടുത്ത പുതിയ മിസൈലാണ് ഹജ്ജ് കാസിം എന്ന് പറയുന്നത്. ഈ ഹജ്ജ് കാസിം എന്ന് പറയുന്ന മിസൈലിന് ഏതാണ്ട് 1300 കിലോമീറ്റർ വരെ പരിധിയുണ്ട് എന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. എന്തായാലും അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലാകട്ടെ ഇറാന് മുകളിൽ നടത്തിയത്. ഇതിന് ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്. ഇറാന്റെ എണ്ണപ്പാടങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട യുറേനിയം എൻറിച്ച്മെന്റ്, അതായത് അവർ ആണവായുധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ നടത്തുന്ന ഗവേഷണശാലകളും അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളും പൂർണ്ണമായിട്ടുള്ള ഗവേഷണ പ്രദേശങ്ങളാണ് തങ്ങൾ നശിപ്പിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏതാണ്ട് ശരിയുമാണ്. ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുള്ള ചിത്രങ്ങൾ CNN-ഉം അതുപോലെ തന്നെ ഇസ്രയേലിലെ ചില മാധ്യമങ്ങളും ഇറാനിലെ മാധ്യമങ്ങളും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്ന, ഇറാൻ ടൈംസും ഒക്കെ പുറത്തുവിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങൾ കാണിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ചില ന്യൂക്ലിയർ കേന്ദ്രം എന്ന് ഞാൻ പറയുമ്പോൾ അവരത് ഇപ്പോൾ സിവിലിയൻ പർപ്പസിന് എന്ന് പറഞ്ഞാൽ അവിടെ മരുന്നുകൾ വ്യവസായത്തിനും ചികിത്സാ വ്യവസായത്തിനും ഒക്കെ ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജ്ജ വ്യവസായവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അത് ഏത് സമയവും ഏതാണ്ട് ഒരു ആയുധത്തിന്റെ രീതിയിലേക്ക് ഏതാണ്ട് 60% സമ്പുഷ്ടീകരണത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഈ 60% സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ ഏതു സമയവും അവർക്കൊരു ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കാം എന്നുള്ള തരത്തിലാണ്. അപ്പൊ അതിനെ പൂർണ്ണമായി തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലോകത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു എണ്ണപ്പാടം എന്ന് പറയുന്ന പാർസ് റിഫൈനറി എന്ന് പറയും, അത് നിന്ന് കത്തുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് എന്നാണ് അവർ പറയുന്നത്, ഇറാൻ പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണശാലകൾക്ക് നേരെയും അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആണവായുധ കേന്ദ്രങ്ങൾക്ക്, ആണവ പരീക്ഷണശാലകൾക്ക് നേരെയും കേന്ദ്രങ്ങൾക്ക് നേരെയും അതുപോലെ മറ്റു ചില പ്രധാനപ്പെട്ട ഇടങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിന് അമേരിക്കയുടെ ഒരു പരിപൂർണമായ പിന്തുണയുണ്ട് എന്ന് വൈറ്റ് ഹൗസും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അമേരിക്ക റെഡ് സീയിലും അറേബ്യൻ സീയിലും ഒക്കെ ആയിട്ട്, അറേബ്യൻ കടലിലും ഒക്കെ ആയിട്ട് അവരുടെ പ്രധാനപ്പെട്ട ചില കപ്പലുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഏത് സമയവും പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെ ഇസ്രയേലിന് സഹായം നൽകുന്നതിന് അവർ സദാ സന്നദ്ധരായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇത് 2023 2 പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ ഇറാൻ ഇസ്രയേലിനെതിരെ നടത്തിയപ്പോൾ, 2 മിസൈലുകൾ വർഷിച്ചപ്പോൾ അതൊക്കെ ഈ കപ്പലുകൾ ഉപയോഗിച്ച്, അറേബ്യൻ കടലിലൊക്കെ അവർ വിന്യസിച്ചിരിക്കുന്ന കപ്പലുകൾ ഉപയോഗിച്ച് അതിനെ അവർ തടഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ഇന്ത്യക്ക് മുകളിൽ ശക്തമായ ചില സ്വാധീനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിന് പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിണിത ഫലം എന്ന് പറയുന്നത് എണ്ണവില കുതിച്ചുയരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് വില വർധനവ് പരിശോധിച്ചാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഒരു ക്രൂഡ് ഓയിലിന് ബാരലിന് ഏതാണ്ട് 9% വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് തന്നെ വളരെ വലിയ ഒരു വില വർധനവാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. എണ്ണവില വർധന ഉണ്ടായാൽ അറിയാലോ,
അറിയാലോ, നമ്മുടെ സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയായി മാറും. എന്തായാലും അത് ഇന്ത്യക്ക് മുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വാണിജ്യവുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് കടലിടുക്കിലൊക്കെ ഉണ്ടാകുന്ന വ്യാപാര തടസ്സങ്ങളാണ്. ലോകത്തിന്റെ ഏകദേശം 30% വ്യാപാരവും നടക്കുന്നത് ഈ മേഖലയിലൂടെയാണ്. 20% നാച്ചുറൽ ഗ്യാസ് അഥവാ പ്രകൃതിവാതകം കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പൊ അവിടെ തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ലോക വ്യാപാര രംഗത്തും ഇന്ത്യയുടെ വാണിജ്യത്തിനും ഒക്കെ കാര്യമായ തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഇന്ത്യയും ഇറാനുമായി നമ്മൾ അറിയാത്ത മറ്റൊരു പ്രധാനപ്പെട്ട വ്യാപാര ബന്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഇറാനെ വേണ്ടത്ര പിണക്കാൻ കഴിയാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. അതെന്ന് പറയുന്നത് ഇന്ത്യയുടെ ബസുമതി അരിയുടെ, ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന ബസുമതി അരിയുടെ ഏകദേശം 30% നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് ഈ ഇറാനിലേക്കാണ്. അത് 2024-25 കണക്ക് മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 6374 കോടി രൂപയുടെ വാണിജ്യമാണ് 2024-25 മാത്രം ഇന്ത്യ ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നത് ഈ ബസുമതി അരിയുടെ കാര്യത്തിൽ. എന്നാൽ ഇതിലുണ്ടാകുന്ന തടസ്സം പാകിസ്ഥാൻ വലിയ ഒരു അനുഗ്രഹമായി എടുക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു ബാർട്ടർ സമ്പ്രദായത്തിന് തയ്യാറാകുന്നു. നമുക്കറിയാലോ, ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഈ സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അത് ഇപ്പോൾ പാകിസ്ഥാൻ പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ അരി, ബസുമതി അരി അവരിലേക്ക് നൽകുന്നു, പകരം അവരിൽ നിന്ന് ഓയിൽ പണമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബാർട്ടർ സമ്പ്രദായത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു, അതിനുള്ള പരിശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഇറാൻ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് സൺ എന്ന് പറയുന്ന, അതായത് ഇറാന് മുകളിൽ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് സൺ എന്ന് പറയുന്ന ആക്രമണത്തിന് പ്രതിരോധിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ ബേസുകളോ അല്ലെങ്കിൽ ഗൾഫിലെ ഇതര സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അവയെ തങ്ങൾ ആക്രമിക്കുമെന്നൊരു വാർത്ത കൂടി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിലെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സൗകര്യമൊരുക്കുന്ന പ്രദേശങ്ങൾ തങ്ങൾ ആക്രമിക്കും, തങ്ങൾക്കെതിരെയുള്ള ഒരു നിലപാടായി കരുതിക്കൊണ്ട് ആ പ്രദേശങ്ങളെ തങ്ങൾ ആക്രമിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് എണ്ണ ലഭ്യമാക്കുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അമേരിക്കൻ പിന്തുണ നൽകിയിരിക്കുന്ന അമേരിക്കയുടെ ചില ബേസുകളുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തങ്ങളുടെ ആക്രമണ പരിധിയിൽ ഉണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും ഈ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഈ യുദ്ധം ഉടനെ അവസാനിക്കുന്ന മട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദിവസങ്ങൾ കൊണ്ടല്ല, ഒരുപക്ഷെ തങ്ങളുടെ ഈ ആക്രമണം, അതായത് ഇറാനെതിരെയുള്ള തങ്ങളെടുത്തിരിക്കുന്ന ഈ സൈനിക നടപടി ആഴ്ചകളോളം നീണ്ടുപോയേക്കാം എന്നുള്ള സൂചനയാണ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് അവരുടെ മിസൈൽ സംവിധാനങ്ങളെയും മിസൈൽ എൻറിച്ച്മെന്റ്, അതായത് അവർ മിസൈൽ മെച്ചപ്പെടുത്തുന്നതിനെതിരെയും പ്രതിരോധ മിസൈലുകൾ കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും തങ്ങൾ ആക്രമിച്ചില്ലാതാക്കും. അതുപോലെ തന്നെ അവർ ആണവായുധത്തിലേക്ക് പോകുന്നത് എന്ത് വില കൊടുത്തും തായും. അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് ഇപ്പോൾ 60% വരെ പൂർത്തിയാക്കിയിരിക്കുന്ന അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് പദ്ധതി അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി, ആണവായുധത്തിന് വേണ്ടിയുള്ള യുറേനിയം മെച്ചപ്പെടുത്തൽ പദ്ധതി, ആ പദ്ധതിയെ തങ്ങൾ നിശേഷം തകർക്കും എന്നുള്ളത് തന്നെയാണ്. ഇത് ഇസ്രായേലിന്റെ ഇപ്പോഴുള്ളൊരു നിലപാടല്ല, നേരത്തെ തന്നെ തുടർച്ചയായി ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാടാണിത്. ഇതിനിടയ്ക്ക് അമേരിക്ക ചില സമവായ ചർച്ചകൾ ഇറാനുമായി മുൻപ് നടത്തിയിരുന്നു. ഈ ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ അവർ മുന്നോട്ട് വെച്ചത് ഒരു ഏകീകരണ കമ്മിറ്റി ഉണ്ടാക്കുക, അതായത് ഒരു ഒബ്സർവേഷൻ കമ്മിറ്റി ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് പഠിച്ച് അതിന് രണ്ടുപേരും സമവായത്തിൽ എത്തുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്താം. അവരുടെ സിവിലിയൻ പർപ്പസിന് വേണ്ടി, അതായത് അണുവായുധം ഒഴിച്ചുള്ള മറ്റ് ഇതര പർപ്പസിന് വേണ്ടിയുള്ള, ഇതര ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. അതുപോലെ തന്നെ മറിച്ച് ഇറാൻ അവരുടെ അണ്വായുധ പ്രക്രിയ നിർത്തിവെക്കണം. ഇങ്ങനെ പല ആവശ്യങ്ങളും പല ഉടമ്പടികളും ഒക്കെ വെച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒമാനിൽ ചർച്ചകൾ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ എല്ലാം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഇറാന്റെ പ്രധാനപ്പെട്ട പരമോന്നതനായിട്ടുള്ള നേതാവ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ ഇതിനോടൊന്നും സഹകരിക്കില്ല, ആ ചർച്ചകൾ പൂർണ്ണമായി അവസാനിക്കുന്നു, ഇസ്രായേലിന്റെ ആക്രമണത്തോടു കൂടി ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇനി തങ്ങൾ
തങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് ലോകം കൂടുതൽ വളരെ കട്ടതകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ ആശങ്ക ഉളവാകുന്ന തരത്തിൽ ലോകത്തിനൊരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. ഇറാൻ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലെയും അതുപോലെ പല ഇസ്ലാമിക രാജ്യങ്ങളെയും കൂടെ നിർത്തുന്നതിനുള്ള ഒരു ആക്സിസ്, ഒരു അച്ചുതണ്ട് രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമമായി ഇതിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെയും മറ്റ് പ്രധാനപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പുകളുടെയും പിന്തുണ, ഈ ഹൂതികളുടെയും ഹിസ്ബുള്ളകളുടെയും പരമാവധി പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അവരുമായി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇതൊരു അവസരമായി കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകളെ കൂടെ നിർത്തുവാനുള്ള ഒരവസരമായി ഇപ്പോൾ ഇവർ കാണുന്നു എന്നുള്ളതാണ്. എന്നാൽ റഷ്യ ആകട്ടെ ഇതൊരു നല്ല അവസരമായി ഉപയോഗിക്കുന്നു. റഷ്യ മധ്യസ്ഥ ചർച്ചയ്ക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉക്രൈൻ പ്രശ്നത്തിൽ നിന്നും ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് റഷ്യ ഇപ്പോൾ ഈ അവസരത്തെ കാണുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം അത്ര നല്ലൊരു അവസരമല്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ വില വർധനവ് ഉണ്ടാകുന്നു. തങ്ങളുടെ ബസുമതി അരിയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇറാൻ വേണ്ടെന്ന് വെച്ചാൽ അതൊരു കനത്ത തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടാകും. ഒന്നാലോചിച്ചു, ഒരു വർഷം 1347 കോടി രൂപ എന്ന് പറയുമ്പോൾ 1374 കോടി രൂപ, അത്രയും രൂപയുടെ വാണിജ്യം ഇതിനോടകം തന്നെ 24-25 സമയത്ത് തന്നെ ഇന്ത്യ ഈ ഒരൊറ്റ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഇന്ത്യയുടെ ബസുമതി അരിയുടെ 30% ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ അരിയുടെ നിറവും മണവും ഒക്കെ വലിപ്പവും ഒക്കെ അവർ പ്രധാനമായും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലേക്ക് നിന്ന് പരമാവധി അരി അങ്ങോട്ടേക്കാണ്, ഇറാനിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് മാത്രമല്ല, എണ്ണയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വ്യാപാരമാണ് നമുക്കുള്ളത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന എണ്ണവില വർധനവ്, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ അറബിക്കടലിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഈ വാണിജ്യത്തിനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, ഇതെല്ലാം ഇന്ത്യയെ പരിപൂർണമായി ബാധിക്കും. ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ താഴേക്ക് പതിച്ചത് നമ്മൾ കണ്ടതാണ്. വലിയ നഷ്ടമാണ് ഈ മേഖലയിൽ ഇന്ത്യക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയാകട്ടെ ഈ അവസരം നല്ലൊരു അവസരമായി കാണുന്നു. പരമാവധി പിന്തുണ കൊടുക്കുന്നു ഇസ്രായേലിന്. ഇതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്. ഇറാന്റെ ഏത് തരത്തിലുള്ള ന്യൂക്ലിയർ പ്രക്രിയയും തങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിപൂർണമായ പിന്തുണ നൽകുമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. റഷ്യ ഇതൊരു പൂർണ്ണമായ അവസരമായി ഉപയോഗിച്ചിരിക്കുന്നു. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് കൊണ്ടുവരാൻ, ഉക്രൈനിൽ മാറ്റി കൊണ്ടുവരുവാൻ റഷ്യയും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ആഗോള സമാധാനത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1991 വരെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, ലോകം മുഴുവൻ ഒരു ശീത സമരത്തിന്റെ ശ്രദ്ധയിലായിരുന്നു എങ്കിൽ ഒരു ആബ്സെൻസ് ഓഫ് കോർ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയും. അന്തർദേശീയ രംഗത്ത് ഒരു പൊതുവായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ശക്തമായ കോൺഫ്ലിക്റ്റ് ഇല്ലാതാവുമ്പോൾ അത് മറ്റു പല കോൺഫ്ലിക്റ്റിലേക്കും അല്ലെങ്കിൽ പ്രാദേശിക മറ്റു പല സംഘർഷങ്ങളിലേക്കും വഴിതിരിക്കും എന്നുള്ള ആർഗ്യുമെന്റിന് അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾക്ക് ഏതാണ്ട് അതിനെ ഏതാണ്ട് പരിപൂർണമായും ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു അന്തർദേശീയ രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മൾ ലോകത്ത് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേലിനെതിരെ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്ന ഈ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, അവരുടെ പ്രധാനമായും ന്യൂക്ലിയർ പ്രോഗ്രാം, ന്യൂക്ലിയർ വെപ്പണൈസേഷൻ പ്രോഗ്രാം അഥവാ ആയുധ പ്രോഗ്രാം, അതിനെ അവസാനിപ്പിക്കുക, അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമങ്ങളെ ഇല്ലാതാക്കുക, അവരുടെ പുതിയ ബാലിസ്റ്റിക് പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുക, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൊണ്ടുവരിക, ഇങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ആക്രമണം, കൂടാതെ ഹൂതികൾക്കെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ശക്തമായി എടുത്തിട്ടുള്ള സമീപനങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ ആക്രമണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമായി കാണുന്നത്. ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നു. ആ ചർച്ചകളെല്ലാം ഏതാണ്ട് ഇപ്പോൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ലോകം കൂടുതൽ സങ്കീർണമായി ആശങ്കയോടെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യ കാണേണ്ടത്, ഇന്ത്യ 2 രാജ്യങ്ങളോടും, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പാകിസ്ഥാനുമായ ഒരു പ്രശ്നമുണ്ടപ്പോൾ നമുക്ക് പരിപൂർണ പിന്തുണ എന്നതാണ്. ഇത് മാത്രമല്ല, നമുക്ക് മറ്റൊരു തിരിച്ചടി കൂടിയുണ്ട്. ഇസ്രായേലിന് നമ്മൾ ധാരാളം ആയുധങ്ങൾ
വാങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് ഇസ്രയേലുമായിട്ടുള്ള പ്രതിരോധ ഇടപാടുകൾ കാലതാമസം ഉണ്ടാകും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിൽ നിന്നും അതുപോലെ തന്നെ ഇറാനിൽ നിന്നും രണ്ടിടത്തു നിന്നും നഷ്ടം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സന്ദൂർ പരിപൂർണമായി അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും ലോകം കൂടുതൽ കാലുഷ്യത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു ലോകം നാളെ ഉണ്ടാകുന്നതിനായി ഇതൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിയൂ. നന്ദി.